Alexa, stop. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒച്ച കേട്ടത് മുകളിൽ കൂടെ പ്ലെയിൻ പോകുന്നതാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു എയർപോർട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ഇതിലിങ്ങനെ പ്ലെയിൻ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ രാവിലെ എണീറ്റ് ഇന്നൊരു പതുക്കെ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നമുക്കിത് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മുടെ ഗാർബേജ് കൊണ്ടുവരാൻ ആൾ വരുമല്ലോ. അപ്പോൾ വെളിയിൽ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു ബിൻസ്. അപ്പോൾ ഞാൻ അകത്തുനിന്ന് ബാക്കി ഇന്നും കൂടെ ഉണ്ടായിരുന്ന കുറച്ച് വേസ്റ്റും കൂടെ കൊണ്ടുപോയി അതിനകത്ത് ഇടുമായിരുന്നു. ഇട്ടിട്ട് വന്നിട്ട് നമ്മുടെ ഗാർഡനൊക്കെ നോക്കി. ഇവിടെ കുറേ ഈ മഞ്ഞപ്പൂ ഇങ്ങനെ ഒരു കെയറും വേണ്ടാത്തതാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷെ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വാടിയ പൂക്കളൊക്കെ കുറേ നിൽക്കുന്ന കാരണം അതിനൊരു ഭംഗി തോന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു മാറ്റി. പിന്നെ അവിടുത്തെ കുറേ ഒരു റോസയിൽ മുഴുവൻ ഇങ്ങനെ പുഴു വന്നിരിക്കുന്നു. എന്നിട്ട് അതിങ്ങനെ ആ പൂവെല്ലാം കരിഞ്ഞു കഴിഞ്ഞാൽ അതവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് റോസയൊക്കെ ഒന്ന് കട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് ഞാൻ ഗാർഡനിങ് ചെയ്തിരുന്നു രാവിലെ. അപ്പോൾ അവിടുത്തെ ചെമ്പരത്തിയാണ് കേട്ടോ പൂവുണ്ടായ. ഹെബിസ്കസിൻ്റെ ഫാമിലിയിലുള്ള ഒരു ചെടിയാണ് കേട്ടോ. റെഡ് കളറിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു, ഭയങ്കര വലുത്. അത് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു പൂവാണ് ഇന്ന് വിരിഞ്ഞത്. ഒരെണ്ണം കൂടെ വിരിയുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പഴുത്ത പൂവെല്ലാം പറിച്ച് മാറ്റി ആ റോസയൊക്കെ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ പ്ലാന്റിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ലോൺ മൂവ് ചെയ്യുന്ന വേസ്റ്റ് അതൊക്കെ വേറെ ഒരു ആൾക്കാരാണ് കൊണ്ടുപോകുന്നത്. അത് വേറെ ഒരു കാർട്ടണിലാക്കിയാണ് നമ്മളൊരു ബാഗിൽ അതിനുവേണ്ടി സ്പെഷ്യൽ ഒരു ബ്രൗൺ കളറുള്ള ബാഗുണ്ട്. അതെടുക്കുന്ന ദിവസം വേറെയാണ് കേട്ടോ. അത് അവരെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോഴാണ് അവർ വരുന്നത് അത് പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ പിന്നെ അകത്ത് കയറി കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിലൊക്കെയും കുറച്ച് വെള്ളം ഒഴിക്കണമായിരുന്നു. അതൊക്കെ ഇങ്ങനെ ചെയ്തു. എനിക്ക് പൊതുവേ ഇപ്പോൾ ഈ പീസ്ഫുള്ളായിട്ട് മോർണിംഗ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ഞാൻ അവിടെ വെച്ച് പറയാറുണ്ട്, കുറച്ച് നേരം എൻ്റേതായ സമയം ഒറ്റയ്ക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ സമയത്ത് ഗാർഡനിങ്ങോ ചിലപ്പം മെഡിറ്റേഷൻ ചിലപ്പം യോഗ അതെൻ്റെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് പ്ലാൻസ് ഒക്കെ ഒന്ന് നോക്കാനായിട്ടുള്ളൊരു മൂഡായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പോകാറായപ്പോഴത്തേനും കുറച്ച് വൈൻഡിങ് അപ്പ് പരിപാടികളുണ്ടായിരുന്നു, കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഫുള്ളായിട്ടൊന്നും ചെയ്തിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമുള്ളപ്പോൾ ഞാൻ ഓർത്തു ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിരിക്കാമെന്ന്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എൻ്റെ വീഡിയോ പിന്നെയും പറയുകയാണ്, ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ബേസിക്കലി ഞാനൊരു കോട്ടയംകാരിയാണ്. നോർത്ത് ഇന്ത്യയിൽ സെറ്റിൽഡാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഒരു വെക്കേഷന് വേണ്ടി US വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള വ്ളോഗ്സാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളും കൂടെ കഴിയുമ്പോൾ ഞാനങ്ങ് തിരിച്ച് ഇന്ത്യയിൽ പോവും. പിന്നെ അവിടെ നിന്നുള്ള വ്ളോഗ്സ് ആയിരിക്കും ഇടുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു ഏജിലെത്തുമ്പം ഉള്ള ആൾക്കാർക്കുണ്ടാകുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരോട് പറയാനുണ്ടെങ്കിൽ അതേപ്പറ്റി പറയാൻ, അതൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോസിൽ കൂടെ ചെയ്യുന്നത്.
പിന്നെ അതിലൊക്കെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു ഫിറ്റ്നസ്സിനെ പറ്റി പറയുക എന്നുള്ളത്. എൻ്റെ ഏജിലും ഫിറ്റ്നസ്സിന് ഞാൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യവും ഞാൻ ഇന്ത്യയിലായിരുന്നപ്പം കുറേ ഷോർട്സൊക്കെ അതേപ്പറ്റിയായിരുന്നു ഇടുന്നത്. അതൊക്കെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ US ഒരു വെക്കേഷൻ തീരാറായി. നമുക്കിങ്ങനെ കുറേ നാൾ ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ 3 months ആവുന്നു ഇവിടെ വന്നിട്ട്. അപ്പം നമ്മൾ കുറേ നാളിങ്ങനെ ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെയോ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്തൂടെയാണ് കേട്ടോ ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ 3 മാസമൊക്കെ ഒരിടത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സും നമ്മുടെ പല സാധനങ്ങളും പല സ്ഥലത്തും ഒക്കെ ആയിരിക്കത്തില്ലേ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഓർഡർ ചെയ്തൊക്കെ വെച്ച് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇവിടെ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പാക്ക് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സ് ഞാൻ ഇവിടെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം വെയിറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ചെയ്തുള്ള കുറച്ച് സമയങ്ങളാണ് കേട്ടോ ഇപ്പം ഈ ഒരു സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമുക്കൊരു പേഴ്സണൽ ഐറ്റം ബാഗ് കൊണ്ടുപോകാം, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാം, അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ട്. കാരണം ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എസെൻഷ്യലായിട്ട് എന്തൊക്കെ വേണ്ടി വരും അതൊക്കെ എടുത്ത് വെച്ച് അതൊന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും സോളോ ട്രിപ്പോ ഒക്കെ പോകുമ്പോൾ പ്രയോജനപ്പെടുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ നേരത്തെ ഓർത്ത് ചെയ്തെടുക്കണം അതെടുക്കണം എന്നൊക്കെ ഓർത്ത് വെച്ചാൽ നമ്മൾ ആ പോകുന്ന സമയത്ത് പല കാര്യങ്ങളും ചിലപ്പോൾ മറക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും ഓൾഡ് സ്കൂൾ തോട്ട്സ് ആണ് കേട്ടോ എഴുതി വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഫോണിൽ നോട്ട്സായിട്ട് ചിലപ്പോൾ എഴുതി വെക്കും, അല്ലെങ്കിൽ എൻ്റെ പേപ്പർ പെന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിനകത്ത് തന്നെ ഞാനിങ്ങനെ എഴുതി വെക്കും കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ ഓർക്കുമ്പം. അതുപോലെ നമ്മുടെ പേഴ്സണൽ ഐറ്റം ബാഗിനകത്ത് എന്ത് വേണം, ക്യാബിൻ ബാഗിനകത്ത് എന്ത് വേണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓർഗനൈസ് ചെയ്യാറ്. അതാണ് ഏറ്റവും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും മറക്കത്തില്ല. നമ്മൾ ഒരു 2-3 ദിവസം മുതൽ ആലോചിച്ച് തുടങ്ങുമല്ലോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആ സമയത്ത് അത് എഴുതി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത് ഞാൻ ഓർക്കും എന്ന് വിചാരിച്ചാലും പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും കേട്ടോ. ഞാൻ പിന്നെ ഓർഗനൈസറിൻ്റെ ആളാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ക്യൂബ്സ് വാങ്ങിച്ചിട്ട് അതിനകത്ത് എപ്പോഴും നമ്മൾ ബാഗിനകത്ത് എത്ര ചെറിയ ട്രാവലാണല്ലോ എപ്പോഴും നമ്മുടെ ഒരു ഡ്രസ്സ്, അതായത് ഒരു 1 പെയർ ഓഫ് ഡ്രസ്സ് എപ്പോഴും നമ്മുടെ കയ്യിൽ കാണണം അല്ലേ, വിത്ത് അണ്ടർ ഗാർമെൻറ്റ്സ്. കാരണം എവിടെയെങ്കിലും നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാകുക, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായി പോയാൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ് എപ്പോഴും നമ്മുടെ കാണണം. അതിപ്പോൾ നമ്മൾ എത്ര 3 മണിക്കൂർ ചെറിയ ട്രാവൽസൊക്കെ ആണെങ്കിലും കാണണം. അതൊരു മസ്റ്റാണ് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ, അതിനെപ്പറ്റി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചെടി ഇത് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴത്തേന് അതിങ്ങോട്ട് കുറച്ച് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കമ്പ് വെച്ചിട്ടുണ്ട്, മീൻസ് ഇങ്ങനെ സപ്പോർട്ടിന് വേണ്ടി ആ കമ്പിലോട്ട് ഒരു ചരടും കൂടെ വെച്ചിട്ടൊന്ന് അതിനെ ഒന്ന് നേരെ നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ പോട്ടിങ് മിക്സാണ് എല്ലാ ചെടിച്ചട്ടിക്കകത്ത് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളതിങ്ങനെ കമ്പ് എത്ര കുഴിച്ചു വെച്ചാൽ അത് അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കത്തില്ല, നമ്മൾ മണ്ണിൽ വെക്കുന്ന പോലെ. എന്നാലും കുറച്ചൊന്ന് ഞാനതിനെ കെട്ടിയിട്ട് കുറച്ചൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ അങ്ങനെ ചെയ്തേച്ച് കുറച്ചൊന്ന് ഓക്കെ ആയെന്ന് തോന്നുന്നു. ഒത്തിരി ഇങ്ങനെ ചരിഞ്ഞ് വന്നിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ മിഡിൽ ഈസ്റ്റ് വഴി പോകുന്ന ഫ്ലൈറ്റ്സിനൊക്കെ പ്രോബ്ലം ഉണ്ടാകുമെന്നൊക്കെ ഒരു ടെൻഷൻസ് ഉണ്ട് എന്നൊക്കെ. കുറേയൊക്കെ നമ്മുടെ ഈ മലയാളം ന്യൂസ് ചാനൽസുകാരും എല്ലാവരൊക്കെ കുറേ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ കുറേ കാര്യങ്ങൾ ഭയങ്കര വലുതാക്കി കാണിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. നമ്മൾ പോകുന്ന അബുദാബി UAE അങ്ങനത്തെയുള്ള സ്ഥലങ്ങൾക്കൊന്നും ഇതുവരെയായിട്ടും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഫ്ലൈറ്റ്സ് എല്ലാം നോർമലായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ കുറേ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻസ് വരുമല്ലോ. അപ്പോൾ ഒത്തിരി എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ടിക്കറ്റ് ഒക്കെ മീൻസ് ഫ്ലൈറ്റ് സമയം ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നൊക്കെ. നമ്മൾ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ടും നമ്മളങ്ങനെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ എടുത്തിട്ടാണ് പറയുന്നത് കേട്ടോ. ഇതുവരെയായിട്ടും അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. അതായത് നമ്മുടെ എമിറേറ്റ്സിനാണെങ്കിലും എത്തിഹാദിനാണെങ്കിലും, എമിറേറ്റ്സ് എന്ന് പറയുമ്പോൾ ദുബായ് വഴിയും എത്തിഹാദ് എന്ന് പറയുമ്പോൾ അബുദാബി വഴിയാണല്ലോ, അങ്ങനെ പോകുന്ന അവിടെ കൂടെ പോകുന്ന ഫ്ലൈറ്റ്സിനൊന്നും ഇതുവരെയായിട്ടും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ എങ്ങനെയാണ് വേസ്റ്റ് നമ്മൾ കിച്ചണിൽ വെക്കുന്നത് എന്ന് പറഞ്ഞില്ലായിരുന്നു, അതിനെപ്പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ഒരു ഡ്രോയറാണ്, ഒരു നമ്മുടെ ഐലൻഡ് ഉണ്ടല്ലോ, ഐലൻഡ് കിച്ചണാണ്. ഐലൻഡിൻ്റെ താഴെ 2 ഡ്രോയർ കാണും. ആ ഡ്രോയറിനകത്ത് ഇതുപോലത്തെ വലിയ 2 ബിൻസ് കാണും. അപ്പോൾ ഒരു ബിന്നിനകത്ത് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടും, മറ്റേ ബിന്നിനകത്ത് നമ്മൾ റീസൈക്ലിങ്ങിനുള്ള സാധനങ്ങൾ ഇടും. അതായത് നമ്മുടെ പ്ലാസ്റ്റിക്, അങ്ങനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇത് നമ്മൾ ചെയ്തിട്ട് ഇതിങ്ങനെ നമ്മൾ അതിനകത്ത് നല്ലൊരു ബാഗുണ്ട്. അത് ഇച്ചിരി പെർഫ്യൂംഡ് ആയിട്ടുള്ള പോളിത്തീൻ ബാഗ്സാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനത്തെ പോളിത്തീൻ ബാഗ്സാണ് നമ്മൾ ഈ ബിന്നിനകത്ത് നിറയ്ക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ കുറച്ച് നിറഞ്ഞു കഴിയുമ്പോൾ അതായത് ഒരു ദിവസം അല്ലെങ്കിൽ ചിലപ്പം 2 ദിവസമൊക്കെ കിടക്കും കേട്ടോ. ഒരു ദിവസവും ഞാൻ മാറണം എന്ന് വിചാരിക്കും, പക്ഷെ നിറയാത്ത കാരണം അങ്ങനെ മാറാറില്ല. അങ്ങനെ സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ. ആ ബാഗ് ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഒരു സ്മെല്ലുള്ള ബാഗാണ്. അപ്പോൾ നിറഞ്ഞു
കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ രണ്ടറ്റത്തും അതിനൊരു ഹാൻഡിലുണ്ട്, അതിങ്ങനെ കെട്ടുക നല്ലതായിട്ട്, അതായത് വെളിയിലോട്ട് പോകാത്ത വിധം നന്നായിട്ട് കെട്ടിയിട്ട് ഞാൻ ആ റെഡ് ബിന്ന് കാണിച്ചായിരുന്നു. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് അത് വെളിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ റെഡ് ബിന്നിനകത്ത് നമ്മൾ വീടിൻ്റെ സൈഡിലായിട്ടാണ് ഫ്രൈഡേ അല്ലാത്ത ബാക്കി ദിവസങ്ങളിലെല്ലാം ഇരിക്കുന്നത്, അവിടെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് 2 ബിന്നുണ്ടല്ലോ, റീസൈക്ലിങ്ങിനുള്ള ബിന്ന് വേറെ ഇടും. അങ്ങനെ എന്നുമുള്ള വേസ്റ്റ് നമ്മൾ വൈകുന്നേരം ആകുമ്പം ആ ബിന്നിനകത്ത് കൊണ്ടുവയ്ക്കും. തേഴ്സ്ഡേ ആകുമ്പോൾ നമ്മളതെടുത്ത് റോഡ് സൈഡിലോട്ട് വെക്കും, അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ 2 വലിയ ബിൻ വെച്ചിട്ട് അത് ഡ്രോയർ അങ്ങ് അടച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ലോ ഒന്നും വരത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ പോളിത്തീൻ ബാഗ് ഓൾറെഡി പെർഫ്യൂംഡ് ആണ് കേട്ടോ. ഇപ്പം ഞാനിത് എടുത്ത് കഴിഞ്ഞിട്ട്, ഞാൻ ഇന്നലെ എടുത്തിട്ടാണ്, കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് വെയിലത്ത് വെക്കും, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു സ്മെല്ലുള്ള സാധനം കൂടെ ഞാൻ ചിലപ്പോൾ ഒന്ന് യൂസ് ചെയ്യും കേട്ടോ. പക്ഷേ സാധാരണ അങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം നല്ലതായിട്ട് നമ്മൾ അതിനകത്തൊന്നും വീഴുന്നില്ലല്ലോ, നല്ലതായിട്ട് പോളിത്തീൻ ബാഗിനകത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഡസ്റ്റ്ബിൻ അതിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യങ്ങളും കൂടെ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ സിങ്കിനകത്ത് എന്തെങ്കിലും സാധനം സ്റ്റഫായി പോയാൽ ഒരു ബട്ടൺ ഉണ്ട്, അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് ഗ്രൈൻഡ് ചെയ്തിട്ട് ആ ഒരു പൈപ്പ് വഴി പൊക്കോളും കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് കാണിക്കാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം നമ്മളത് കഴിഞ്ഞിട്ട് അത് തടയത്തില്ല, എവിടെയെങ്കിലും പോയി തങ്ങി നിന്നിട്ട് വെള്ളം പൊങ്ങത്തില്ല, നമ്മൾ ഡ്രെയിനേജിൽ അത് വരത്തില്ല. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അങ്ങ് വിടും, എന്തെങ്കിലും സോളിഡ് അഥവാ നമ്മുടെ വാഷ് ചെയ്യുന്ന സിങ്കിനകത്ത് പോയാൽ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നമ്മൾ കോസ്കോയിൽ നിന്നൊക്കെ ഭയങ്കര ബണ്ടിൽ കണക്കിന്, കോസ്കോയിൽ നമ്മളറിയാമല്ലോ, ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം, സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറേ ക്വാണ്ടിറ്റിയിലാണ് വാങ്ങിക്കുന്നത്. അപ്പം ഇങ്ങനെ ടിഷ്യൂസ് ആണെങ്കിലും ഇങ്ങനത്തെ അതൊക്കെ വലിയ വലിയ ബണ്ടിലായിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു ബണ്ടിൽ ഞാനിവിടെ ഇങ്ങനെ കിച്ചണിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്നാണ് കേട്ടോ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ മാറുന്നത്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള പോളിത്തീൻസാണ്, ഒരു സ്പില്ലിങ്ങും ഒന്നും വരത്തില്ല. അപ്പം എല്ലാവരും നമ്മൾ പണ്ട് എപ്പോഴും നമ്മളിങ്ങനെ വെച്ചിട്ട് നേരെ അങ്ങ് അകത്തോട്ട് ഇറക്കുമായിരുന്നല്ലോ ചെയ്യുന്നത്, അങ്ങനെ ആയിരുന്നല്ലോ പോളിത്തീൻ ബാഗ് നമ്മൾ ഇടുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽ വന്നിട്ട് അത് തിരിച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പക്ഷേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് എടുത്തിട്ട് അതിനകത്ത് കണ്ടുപോലെ തിരിച്ച് വെക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ എനിക്കൊന്ന് അവിടെ വെച്ച് സ്റ്റക്കായിപ്പോയി, അതിങ്ങനെ ഫുള്ളായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ കാണുന്നത്. അങ്ങനെ ഞാൻ ബിന്നിനകത്ത് അതൊക്കെ വെച്ചിട്ട് വേസ്റ്റൊക്കെ കൊണ്ട് കളയാനായിട്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ എണീറ്റു എന്ന്. ഇന്ന് കുറച്ച് എനിക്ക് എന്തൊക്കെയോ അതെ, രാവിലത്തെ കുക്കിംഗ് ഒന്നുമില്ല. ജിമ്മിൽ നമ്മൾ റെഗുലറായിട്ട് പോകുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ. ഞാനും പ്രിയങ്കയും കൂടെ റെഗുലറായിട്ട് ജിമ്മിൽ പോകും. കഴിഞ്ഞ ആഴ്ച പ്രിയങ്കയ്ക്ക് കുറച്ച് സുഖമില്ലായിരുന്ന കാരണമാണ് 2 ദിവസം പോകാൻ പറ്റാഞ്ഞത്. അപ്പം പ്രിയങ്ക ഇല്ലാത്തതുകൊണ്ട് ഞാനും പോയില്ല കേട്ടോ. ഞാൻ പിന്നെ ഡ്രൈവ് ചെയ്യത്തില്ല, അങ്ങനെ തന്നെ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഊബർ എടുത്തിട്ട് പോകണം, അങ്ങനെ ഞാൻ പോയില്ല കേട്ടോ. പിന്നെ ഞാൻ ആ സമയത്ത് വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഞാൻ 2 ബിന്നും പോളിത്തീനൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വേസ്റ്റിന് വേണ്ടി നമ്മുടെ ബിൻസ് റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ വേസ്റ്റ് നമുക്ക് കളയാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ വെളിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് അത് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന വേസ്റ്റ് നമുക്കൊന്ന് കൊണ്ട് കളഞ്ഞിട്ട് വരാവേ. നമ്മൾ എന്ത് കാര്യം സിസ്റ്റമാറ്റിക്കായിട്ടും ഓർഗനൈസായിട്ടും ചെയ്താൽ നമുക്ക് അന്നത്തെ ദിവസം പിന്നെ മുമ്പോട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല ഈസി ആയിട്ട് തന്നെ പോകും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ രാവിലെ തുടങ്ങുമ്പോൾ മുതൽ ഓർഗനൈസ്ഡ് ആയിട്ട് പോയി അന്നത്തെ ദിവസം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് പോകും കേട്ടോ. നമ്മൾ ഇന്ത്യയിലും ഞാൻ ചില ദിവസമൊക്കെ മടി പിടിക്കും, നമ്മൾ മനുഷ്യരെല്ലാം മടി പിടിക്കും. പക്ഷേ എന്നാലും മാക്സിമം ഞാൻ ഓർഗനൈസ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. പക്ഷേ പിന്നെ നമുക്ക് അവിടെയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മളുടെ അവിടെ ലോഡ് ഷെഡ്, അതായത് കറണ്ട് പോകാനിടയുണ്ട്, ചിലപ്പം എന്തെങ്കിലും ആരെങ്കിലും പ്ലംബർ വന്നില്ല, സമയത്തിന് നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, നമ്മൾ വേസ്റ്റ് എടുക്കുന്ന അവർ വന്നില്ല, അപ്പോഴൊക്കെ നമുക്ക് ഡിലേ ആയിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഡിലേ അല്ല, ബാക്കി ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഡിലേ കാരണം. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, എല്ലാം കറക്റ്റ് സമയത്തിന് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും കേട്ടോ. അങ്ങനെ ഞാൻ വേസ്റ്റ് ഇട്ട് അകത്ത് വന്നപ്പോൾ തന്നെ റീസൈക്ലിങ്ങിൻ്റെ വേസ്റ്റ് എടുക്കാനായിട്ട് ആൾ വന്നു കേട്ടോ. രണ്ടും രണ്ടായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവരിത് എടുത്തുകൊണ്ട് പോകുന്നത് റീസൈക്ലിങ്ങിൻ്റെ വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഞാൻ അകത്തോട്ട് കയറി പോകുന്നായിരുന്നു, അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വെളിയിലോട്ട് ഇറങ്ങി ചെന്നപ്പോഴത്തേനും അവർ നമ്മളുടെ റീസൈക്ലിങ്ങിൻ്റെ എടുത്തു. എന്നാലും അടുത്ത വീട്ടിലെടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാവേ.
റീസൈക്ലിങ്ങിൻ്റെ വേസ്റ്റ് അവർ ഒരാൾ ഇറങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ മറ്റേ ഫുഡ് വേസ്റ്റ് എടുക്കുന്ന കണ്ടായിരുന്നല്ലോ, മെഷീൻ കൊണ്ട് തന്നെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ലേക്കിൻ എന്ന് പറയാം, ഹിന്ദി അങ്ങ് വന്നാണ് കേട്ടോ. റീസൈക്ലിങ്ങിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ നോക്കും. അതായത് നമ്മൾ കാർഡ്ബോർഡൊക്കെ ആണെങ്കിലും നമ്മൾ നന്നായിട്ട് അത് ക്രഷ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇടേണ്ടത്. പിന്നെ വേറെ എക്സ്ട്രാ നമ്മൾ തുണിയോ അങ്ങനെ എന്തെങ്കിലും സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ അവരത് മാറ്റി വെച്ചിട്ട് അവർക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാത്രമേ അവർ കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് കറക്റ്റായിട്ടും ഓരോരുത്തർ ഇറങ്ങി ഓരോന്ന് നോക്കിയിട്ടാണ് റീസൈക്ലിങ്ങിൻ്റെ ബിൻ അവരെടുത്തുകൊണ്ട് പോകുന്നത്. ഫുഡ് വേസ്റ്റ് ആകുമ്പോൾ അത് നമ്മുടെ മെഷീൻ കൊണ്ട് തന്നെ വന്നിട്ട് അതങ്ങ് എടുത്തുകൊണ്ട് പോകും കേട്ടോ. അതിന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫുഡ് വേസ്റ്റ് വന്നപ്പോൾ അത് ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് ജിമ്മിൽ പോകാനുള്ള സമയം. അങ്ങനെ ഞാൻ പ്രിയങ്ക ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ ആൾക്കാർ വരും. ഫ്രൈഡേ ഞാൻ പറഞ്ഞല്ലോ ക്ലീൻ ചെയ്യാനായിട്ട് ആൾക്കാർ വരുവേ. അപ്പോൾ അവരുടെ വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ അവരങ്ങനെ അവിടെ അത് അലൗഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഈ വരുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല കേട്ടോ. ഒരു സ്പാനിഷാണ് പറയുന്നത്. നമ്മളെല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അവർക്കൊന്നും നമ്മൾ പറയുന്നത് മനസ്സിലാകത്തില്ല. അവരിങ്ങോട്ട് വന്ന് ഇത് പറഞ്ഞ് അതിലേക്ക് ഒരു എഴുതിയാണ് കാണിക്കുന്നത്. ആ എഴുതി കാണിക്കുമ്പോൾ നമ്മളത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യും കേട്ടോ. ഒരു 4-5 പേര് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നു. ഒരു 4-5 പേര് വരും. ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്ന സമയത്ത് അവർ വന്നു. ഞാൻ ജിമ്മിൽ നിന്ന് തിരിച്ച് വരുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് പോയെന്ന് മോൻ പറഞ്ഞു. അത്രയും സ്പീഡിലാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ അത്രയും സ്പീഡിൽ ചെയ്യിച്ചിട്ട് ഭയങ്കര സ്പിക്ക് ആൻഡ് സ്പാനായിട്ട്, അത് ഞാൻ മുമ്പൊരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അവർ ഓരോ സൊല്യൂഷൻസ് വെച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജായാലും നമ്മുടെ എന്താ പറയുക കബേർഡ്സ് ആയാലും ഒക്കെ ചെയ്തിട്ട് പോകുമ്പോഴത്തേനും ഭയങ്കര നീറ്റാട്ടോ. ബാത്റൂമിലൊക്കെ നമ്മൾ കയറുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ 5 സ്റ്റാറിൽ നമ്മൾ റൂമിലോട്ട് ആദ്യം കയറി ചെല്ലുമ്പോൾ കിടക്കുന്ന പോലെ ആ നീറ്റ്നെസ് അതുപോലെയാണ് കേട്ടോ. ബെഡ് വിരിക്കുന്നതും അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അടിപൊളി ക്ലീനിങ് ആണ്. അപ്പം പ്രിയങ്ക അവിടെ നിന്ന് തിരിക്കുമ്പോൾ പ്രിയങ്ക എനിക്ക് മെസ്സേജ് അയക്കും. ആ സമയത്ത് ഞാനിങ്ങനെ ഷൂസൊക്കെ ഇട്ട് റെഡി ആയിട്ട് വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്യും കേട്ടോ. പിന്നെ പ്രിയങ്ക വെയിറ്റ് ചെയ്യിക്കണ്ടല്ലോ എന്ന് വെച്ച് അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത സമയമായപ്പോഴത്തേനുമാണ് നമ്മുടെ ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാർ വന്നത്. ഇവർ നമ്മളോടൊന്നും ചോദിക്കത്തില്ല കേട്ടോ. നമ്മളവരിയ്ക്കുന്ന സ്ഥലത്തും നമ്മളിങ്ങനെ മാറി മാറി കൊടുക്കുക. എനിക്കൊന്ന് 5 ലേഡീസായിട്ടോ അവർ വന്ന് ചെയ്തോളൂ. അവർക്കൊന്നും അവരെല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാ സൊല്യൂഷൻസും അതായത് എന്ത് വാക്യൂം ക്ലീനേഴ്സും എല്ലാം ആയിട്ടാണ് കേട്ടോ വരുന്നത്. എല്ലാം ആയിട്ട് വന്നങ്ങ് കയറിപ്പോകും, എല്ലാ മുറിയിലോട്ടും അങ്ങ് പോകും. നമ്മളപ്പം ഞങ്ങൾ മിക്കവാറും അവർ മുകളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ മുറിയിൽ ഇവിടെ വന്നിങ്ങനെ സോഫയിലിരിക്കും. അവരെല്ലാം കറക്റ്റായിട്ട് ചെയ്ത്, അതായത് കബേർഡ്സിൻ്റെ അകം ഫ്രിഡ്ജിൻ്റെ അകം അതൊന്നും ചെയ്യത്തില്ല. പുറത്തു നിന്നുള്ള എല്ലാം ക്ലീൻ ചെയ്ത് വാക്യൂം ചെയ്ത് അടിപൊളിയാക്കിയിട്ടിട്ട് പോകും കേട്ടോ. ഇപ്പോൾ ഇത് 5 പേരുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇങ്ങനെ ഈ ഒരു മണിക്കൂർ, അത് 1 മണിക്കൂർ 10 മിനിറ്റിനകം എല്ലാം അടിപൊളി ക്ലീൻ അങ്ങോട്ട്. ബാത്റൂംസും എല്ലാം നമ്മൾ വെളിയിൽ ഭാഗങ്ങളൊന്നും ചെയ്യത്തില്ല. ബാത്റൂംസും അങ്ങനത്തെ സംഗതികളും അകത്തുള്ള എല്ലാ സംഗതികളും ക്ലീൻ ചെയ്ത് ബെഡൊക്കെ വിരിച്ചിട്ടിട്ട് പോകും. പാത്രം അവർ സിങ്കിലിട്ടുണ്ടെങ്കിൽ അത് കഴുകത്തില്ല, അത് മാറ്റി വെച്ചിട്ട് സിങ്ക് നല്ലതായിട്ട് ക്ലീൻ ചെയ്തും വേസ്റ്റ് എല്ലാം കൊണ്ട് കളയും. ഈവൻ നമ്മുടെ ബാത്റൂമിലിരിക്കുന്ന ഡസ്റ്റ്ബിൻ ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നിടത്ത് ഡസ്റ്റ്ബിൻ, അങ്ങനെ എല്ലായിടത്തും ഡസ്റ്റ്ബിനും ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് പുതിയ പോളിത്തീനൊക്കെ ഇട്ടിട്ട് പോകും കേട്ടോ. അങ്ങനെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രിയങ്ക വന്നിട്ട് ഞങ്ങൾ ജിമ്മിലോട്ട് പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയാം, ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ നമ്മളുടെ ജിമ്മ്. നമ്മളുടെ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്നും ഒരുമിച്ച് പോകും, ജിം ചെയ്യും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് പ്രിയങ്ക പറയുന്നു അയ്യോ എന്ന് പറയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജിമ്മിലോട്ട് പോവാണേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവിടുത്തെ ഓറഞ്ച് തേയിലയുടെ ജിമ്മിൽ വീഡിയോ എടുക്കാൻ, പക്ഷെ അത് അത്ര അലൗഡ് അല്ല. എന്നാലും ഞാൻ പറ്റുന്ന രീതിയിലൊന്നും എടുക്കാൻ നോക്കി. 2-3 ആണോ? ആരും ഇല്ലാത്തോണ്ട് നോക്കാം. So Trent, let's go to 5. Our walking warm-up, make sure we're logged into our AT Connect. Green start left extra waist, 1% on the left for that incline, 3 to 4 miles per hour on the right for your speed. With 14, you got your dynamic form. Bring it back down slowly. Stay relaxed, Trent team. We're in the thick of it now, so just make sure you keep breathing. Landing soft, shoulders nice and relaxed. Just under 30 seconds more. And all we're going to need to do is just flip over, set that weight upright on the board, high plank position, tapping side to side.
അവിടെ അങ്ങനെ വീഡിയോ എടുക്കുന്ന അലൗഡൊന്നും അല്ലെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് എൻ്റെ മാത്രം അവിടെ സൈഡിൽ എന്താ പറഞ്ഞ ഫോൺ വെച്ചിട്ടൊന്ന് എടുത്താണ് കേട്ടോ, ജസ്റ്റ് ഒരു മെമ്മറി. ഇതാണ് നമ്മുടെ ഓറഞ്ച് തിയറി. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന വഴിക്ക് നമുക്ക് കൾവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർക്കെല്ലാം ഇഷ്ടമുള്ള ബർഗറും ഒക്കെ കിട്ടുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് സെൻറ്റർ ഉണ്ട്. പ്രിയങ്ക പറയും നമുക്ക് അവിടെയും കൂടെ കയറിയിട്ടൊന്ന് പോകാം, ബർഗർ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൾവേഴ്സിലെത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബർഗർ വാങ്ങിക്കാനായിട്ട് കൾവേഴ്സിലെത്തി. ഇവർക്കെല്ലാവർക്കും കൾവേഴ്സിലെ ബർഗർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ബർഗർ. അപ്പോൾ അവിടുന്ന് ടേക്ക് അവേ ആണ് ചെയ്യുന്നത്, ഇവർ ഡെലിവറി ചെയ്യത്തില്ല, എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയങ്ക ബർഗർ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയങ്ക പറഞ്ഞു വേറൊരു സാധനം ചേച്ചി ഞാൻ ട്രൈ ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ട് ചില്ലി എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഒരു സൂപ്പ് പോലത്തെ ഒരു നമ്മുടെ രാജ്മ ബീൻസ് പോലത്തെ ബീൻസ് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടത്തെ ബീഫിൻ്റെ മിക്സറൊക്കെ ഇട്ടിട്ട് ഒരു സൂപ്പ് പോലത്തെ ഒരു സാധനം അതും വാങ്ങിച്ചു. നല്ലതായിരുന്നു കേട്ടോ. ഇച്ചിരി കഴിച്ച് നോക്ക്. ഞാനങ്ങനെ ജിമ്മിൽ നിന്ന് വന്ന പടി തന്നെ ഡ്രസ്സൊന്നും മാറാതെ ലഞ്ചിന് വരെ ഇത് കഴിക്കാമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു, കുറേ സംഗതികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി നമുക്ക് ഗീ റൈസും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവൻ രാവിലെ എന്തൊക്കെയോ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ടതെന്ന് വെച്ച് പറഞ്ഞു വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറിയും ഗീ റൈസും ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇത് ഞാനങ്ങ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടത്തെ ഒരു നമ്മുടെ ഒരു ബിസ്ക്കറ്റ്സ് ഇല്ലേ, നമ്മുടെ സോൾട്ട് ബിസ്ക്കറ്റ് പോലത്തെ ക്രാക്കേഴ്സ് കിട്ടും കേട്ടോ. അത് അതിനകത്ത് ഡിപ്പ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ പൊടിച്ചിട്ടിട്ട് കഴിക്കാം, എങ്ങനെ ജസ്റ്റ് ഒരു അതിൻ്റെ കൂടെ കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ. പക്ഷേ ഇപ്പം നമ്മളൊരു വിൻ്റർ ടൈമൊക്കെ ഇല്ലേ, നല്ല ഒരു തണുപ്പൊക്കെ ഉള്ള സമയത്ത് ചെറു ചൂടോടെ ഇതിങ്ങനെ കഴിക്കണം. എനിക്കല്ലെങ്കിൽ സൂപ്പി നൂഡിൽസ്, സൂപ്പി ആയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. എപ്പോഴും എനിക്കങ്ങനെ, അതുകൊണ്ടാണല്ലോ എനിക്ക് ഹോട്ട് പോട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുറച്ച് വെള്ളം കൂടുതലുള്ള സംഗതികൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ നമ്മുടെ ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് പോകട്ടെ. നമുക്ക് ആദ്യം സ്ലൈസറിൽ കണ്ടിക്കാന്ന്, പിന്നെ ഇതിന് ഗീ റൈസിന് കുറച്ചുള്ളി മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ വേറെ ഇങ്ങനെ കൈകൊണ്ട് തന്നെ കണ്ടിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഷാൻജിയോയുടെ ഒരു അതിനകത്ത് നോക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, നല്ലതാണ് കേട്ടോ. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു നെയ്ച്ചോറെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ആദ്യം ഇതിങ്ങനെ കണ്ടിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ അന്നേരം ചില കഷ്ണങ്ങൾ വലുതായിട്ട് വരത്തില്ല, ഇങ്ങനെ എത്ര സ്ലൈസായിട്ട് കണ്ടിച്ചാലും. അപ്പോൾ വലുതായിട്ട് വരുന്ന സ്ലൈസസ് ഒക്കെ മാറ്റി വെച്ചിട്ട് അത് നമ്മൾ ചോറിന് കടുക് വറക്കുമ്പോൾ ചേർക്കും. പിന്നെ തിൻ സ്ലൈസസ് എല്ലാം നമ്മൾ നെയ്ക്കകത്ത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വരട്ടത്തില്ലേ, അപ്പോൾ അതിനകത്ത് അത് ഡെക്കറേറ്റ് ചെയ്യാനും ചെയ്യും കേട്ടോ. ജസ്റ്റ് നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തത്, അതിനകത്ത് ഒരു ചെറിയ ഉള്ളി മാത്രമാണ് കേട്ടോ എടുത്തത്. ബാക്കി കാര്യം നല്ല എളുപ്പമാണ് കുറച്ച്, പക്ഷെ നെയ്യൊക്കെ നന്നായിട്ടുണ്ട്, കുറച്ച് ഹെവിയാണ്, എന്നാലും ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും. ഇവിടെ മോനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്നത് വൈകുന്നേരം ഉണ്ടാക്കി വെച്ചാൽ നാളത്തേക്കും ആവുമല്ലോ. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുന്ന എപ്പോഴും അങ്ങനെ കേട്ടോ, ഒരു ദിവസം ഉണ്ടാക്കി വെച്ചാൽ അന്നത്തേക്ക് മാത്രമല്ല 2 ദിവസം. അപ്പോൾ ഇന്ന് ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ ഞാൻ ചെയ്യത്തില്ല, അങ്ങനെയാണ്, ഒന്നിരാടനാണ് കേട്ടോ നമ്മുടെ കുക്കിംഗ് എല്ലാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാനത് നമുക്ക് റൈസ് ആദ്യം ഒന്ന് കുതിർത്ത് വയ്ക്കാം, ഒരു 10 മിനിറ്റ് കുതിർത്ത് വയ്ക്കുക കേട്ടോ. ഇത് നമ്മുടെ ജീരകശാല കൈമ റൈസാണ് കേട്ടോ. ഇതിനകത്ത് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഇതിനകത്ത് വെക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം, ബസ്മതി റൈസിനകത്ത് വെക്കുന്നതിലും. അപ്പോൾ ഞാനതെടുത്തിട്ട് ഒരു കറക്റ്റ് 10 മിനിറ്റ് മാത്രം ഒന്ന് വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്ത് കേട്ടോ, നന്നായിട്ട് ഡ്രെയിൻ ചെയ്യണം. നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ആണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഫ്രൈ ചെയ്യുന്ന സമയത്തേക്ക് ഇത് വെള്ളത്തിനകത്ത് ഇടാമെന്നും പറഞ്ഞുകൊണ്ട് 10 മിനിറ്റ് കൂടുതൽ വെള്ളത്തിനകത്ത് ഇടത്തില്ല കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഇത് പറ്റും, കാരണം പൊടിഞ്ഞു പോകും, അരി പൊടിഞ്ഞു പോകും. നമ്മളെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി പൊടിഞ്ഞു പോകുന്നത്, അതായത് ഇളക്കുന്നതിൻ്റെ ഇങ്ങനെ വെള്ളം മിക്സ് ചെയ്യുന്നതിനൊക്കെ കറക്റ്റ് പാകത്തിനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതിപ്പോൾ നമ്മൾ കുറച്ച് പ്രാവശ്യം ചെയ്ത് എനിക്കിപ്പോൾ അതിൻ്റെ ആ പാകം ശരിക്കും അറിയാം കേട്ടോ. ഇവിടുത്തെ ബിരിയാണി പോട്ട് ഭയങ്കര വലുതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചതാണ്, ഭയങ്കര കുറച്ച് വലിയതായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ ഇളക്കാനും മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്ന അതിൻ്റെ റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമില്ല, നോർമലാണ് കേട്ടോ. ഇതെല്ലാം ഇട്ടു, പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ടു, ഹോൾ സ്പൈസസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ കട്ടിയുള്ള ഉള്ളിയില്ലേ
അതിടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം അതിനകത്തോട്ട് ഒഴിക്കുക. കുറച്ച് നെയ്യിടുക, ഉപ്പിടുക, നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുക. അത് കഴിഞ്ഞ് വെള്ളം നല്ലതായിട്ട് വെട്ടിത്തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് വെള്ളം നമ്മൾ വെട്ടിത്തിളയ്ക്കാനായിട്ട് വെക്കുന്ന സമയത്ത് അരി നമുക്കിങ്ങനെ ചെറിയ ഈ നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. അപ്പോൾ അരി ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി വരുന്നൊരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് അത് മാറ്റിയിട്ട് ആ തിളച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒരു 7 മിനിറ്റ് നമ്മളൊരു മീഡിയം സ്ലോയിൽ വെച്ചാൽ മതി. തിളച്ച് കഴിയുമ്പോൾ സ്ലോയിൽ വെച്ച് കഴിയുമ്പം 7 മിനിറ്റ് 8 മിനിറ്റിനുള്ളിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ബിരിയാണി റെഡിയാവും. അത് കഴിയുമ്പോൾ നമ്മൾ 7 മിനിറ്റ് കഴിയുമ്പോൾ അത് പൊക്കിയിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അതൊരു സ്ലോ ആയിട്ടൊരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. സ്ലോയിൽ, ഏറ്റവും സ്ലോയിൽ. എന്നിട്ട് നമുക്ക് പിന്നെ ഡെക്കറേറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ഉള്ളിയും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാനിങ്ങനെ വൈകുന്നേരം പ്രിയങ്കയും മനീഷയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ തന്നെ സമയം കുറേ 25 മിനിറ്റോളം ആവുന്നു. അതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ കറി ഞാൻ സാധാരണ വറുത്തരച്ച്, അതായത് നമ്മൾ വറുത്തെന്ന് കഴിഞ്ഞാൽ മസാല മാത്രം ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചുണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് കേട്ടോ. ഈ നെയ് റോസ്റ്റ്, അതായത് ഗീ റൈസിൻ്റെ കൂടെയും കോക്കനട്ട് റൈസിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്ന നോർമൽ റെസിപ്പി അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇപ്പോൾ റെസിപ്പി പറയാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഞാനിങ്ങനെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു 3 മണി വരെയുള്ള ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഞാൻ കോഫിയൊക്കെ ഇട്ട് കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേനാണ് അവർ രണ്ടുപേരും വന്നു. പിന്നെ അവരുടെ അടുത്ത് കുറച്ച് സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ് പിന്നെ കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്തു. അത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിപ്പം നമ്മൾ പോകാറായ സമയത്തെ എനിക്ക് കുറച്ച് ഓർമ്മയിലിരിക്കട്ടെ എന്ന് വെച്ച് കുറച്ച് സംഗതികൾ ഞാൻ കൂടുതൽ ഇങ്ങനെ വീഡിയോസായിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുടെ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. താങ്ക് യു.